എടാ ഈ അയില് വെള്ളത്തിലിട്ടിട്ട് അത് എടുത്ത് നേരാക്കണ്ടേ, വറക്കണ്ടേ അത് ഉച്ചാവിളക്ക് നീ. എന്തായി കാണിക്കണേ? എന്റെ മുതലാളിക്ക് വേണ്ടി തൊഴിലാളിയുടെ ആത്മസമർപ്പണം. എടാ ഈ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റത്തുനിന്നും സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടിരുന്ന് തിന്നാ നിനക്കെന്ത് ഭ്രാന്തുണ്ടാ? ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ആരാ ഉണ്ടാക്കിയത്? നമ്മള്. ഇന്ന് ഉദ്ഘാടനം ഹോട്ടല് പുറത്തുനിന്ന് ആരെല്ലോ വരും, ഇതെല്ലാം കഴിക്കും. എന്തെങ്കിലും കഷ്ടകാലത്തിന് പോയിസൺ വന്നാൽ ഇവരെല്ലാം ആശുപത്രിയിലാവും, നമ്മളെല്ലാം ജയിലിലാവും. അതുകൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ നല്ലതാണെങ്കിൽ മുതലാളിയോട് പറയും ഇത് കൊടുത്തോന്ന്. എടാ അതിന് മുതലാളി ആദ്യമായിട്ട് ഹോട്ടൽ നടത്തുന്നല്ല, മൂപ്പര് അച്ഛന്റെ കാലം മുതൽ നടത്തിയിരുന്ന ഹോട്ടലത്. മൂപ്പര് അത് പൂട്ടിയിട്ട് ഗൾഫ് പോയി കുറച്ച് കാശായിട്ട് വന്നിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ചാ അയാളെ പഠിപ്പിക്കാൻ നിൽക്കുക നീ. അന്നത്തെ കാലമല്ല ഇത്, ഇപ്പൊ ഫുൾ ഫുഡ് പോയിസണാ. അതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ബാജിക്കറി ആരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്? എന്നാ ശരിയാ, കുഴപ്പമുണ്ടായി. എന്തേ? ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഉപ്പ് കുറവുള്ളവർക്ക് ഇട്ട് കൊടുത്താ പോരാ. ഒന്നാമത് സത്യം വരുമ്പോഴേക്ക് ഇത് മുഴുവൻ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ എന്റെ പണി പോവും. ഞാനൊരു ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടാ പോ. എന്റെ പണി പോയത് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ്. പണി പോയി. ഇല്ലില്ല, ഉദ്ഘാടനമൊക്കെ ചെറിയ ഉദ്ഘാടനമാണ്, നാട്ടിൻപുറമല്ലേ. ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇല്ല 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 മൂപ്പർ മാത്രമേ വരുള്ളൂ, വേറെ ആരും വരില്ല. ഒന്നാമതെന്താ വെച്ചാ ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള കച്ചവടം ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ അത് നന്നാവ് നോക്ക്. ശരി ശരി, ഓക്കെ, വെച്ചോ എല്ലാവരോടും പറഞ്ഞോളേ. എന്താ ഇത്? ഇത് പൊറോട്ട, ഇതോ? അല്ല, ഇത് നമ്മള് ഹോട്ടല് വീണ്ടും തുറക്കുകയാണല്ലോ, അപ്പൊ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടോന്ന് ഉണ്ണി നോക്കുക. എന്റെ സുഖം, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ? പിന്നെന്താണ് സംശയം നിങ്ങൾക്ക്? അതെ മുതലാളി, നമ്മൾ പുറത്തുനിന്ന് ആരെല്ലാം വന്നിട്ട് കഴിക്കുന്നല്ലേ. കഷ്ടകാലത്തിന് പോയസം വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇപ്പോഴത്തെ കാര്യം. അല്ല, എന്റെ സുഖത നല്ല നല്ല സാധനങ്ങൾ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ചതല്ലേ. അതെ, പിന്നെ എന്താണ് അതിനകത്ത് പ്രശ്നം? അത് ഞാൻ ഇവനോട് പറഞ്ഞതാണ്. ഞാൻ എത്ര ഉറുപ്പിയുടെ മുതലാണത്? എന്തിനാണ്? അതേന്നെ, നീ കൈ വെക്കാത്ത നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അലമാരയിലേക്ക് വെക്കി. അപ്പൊ നിങ്ങളെ ഉണ്ടാക്കാൻ നിങ്ങളെന്നെ തിന്നണം? അല്ല, അത് ഇവനെ അല്ല, വീട്ടിനൊക്കെ ആൾക്കാർ വരും, സമയമുണ്ട്. 11 മണിക്കല്ലേ ഉദ്ഘാടനം. അതിന്റെ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ എടുത്ത് തിന്നാണ്. എടുത്തുകൊണ്ട് പോയക്കട അതിന്റെ ഉള്ളിൽ. എന്നെ പൊളിപ്പിക്കാൻ നിൽക്കുക നിങ്ങള്. എന്റെ സുഖം എവിടുന്ന് കിട്ടി നിനക്ക് ഈ ജാതി സാധനങ്ങൾ? തലക്ക് ഇത്തിരി പ്രശ്നമുള്ള ആളാ, അതുകൊണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്നത്? വേണ്ട വെച്ച പോരെ. അല്ല, നന്നായി പണിയെടുക്കും. ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതിപ്പോ ഞാൻ ആ മീന് വെള്ളത്തിലിട്ടിട്ട് അവനെ കാണാനില്ല, തെരഞ്ഞു വന്ന് നോക്കിയപ്പോഴേക്കും കാണിച്ചു വെച്ച പണിയത്. ഇനി ഉണ്ടാവില്ല, ഇനി ഞാൻ നോക്കിക്കോളാം. നിനക്കൊരു ബോധമില്ലേ? ഞാൻ ഒരു ശ്രദ്ധ പറ്റിയതാനും. എടപ്പടെ വന്ന് കൊണ്ടുവയ്ക്കണ ഈ സാധനങ്ങളകത്ത്. എന്താ ഈ ചെക്കൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർ കണ്ടാ എന്താ വിചാരിക്കുക? ഞാൻ അതാണ്. നീ എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ നാട്ടിലെത്തി. അതെയാ? പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ചെറിയമ്മ പറഞ്ഞു ഇവിടെ ഉണ്ട്. ഞാൻ രാവിലെ അങ്ങോട്ട് പോന്നു. സംഭവം പുതിയ പെയിന്റ് ഒക്കെ അടിച്ചില്ലേ? ഷറേ നന്നായില്ലേ? സെറ്റായി. ഷറേ സൂപ്പറായി. എപ്പോഴും ഉദ്ഘാടനം? 11 മണിക്ക്. പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ല, പേപ്പർ ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്. ഇനിയിപ്പോ ഇംഗ്ലീഷ് പേപ്പറും കൂടി വേണമെങ്കിൽ വരുത്താം, ആൾക്കാർ വായിച്ചോട്ടെ. നിങ്ങൾ കുറച്ച് ഹിന്ദി പേപ്പറും കൂടി വരുത്തിക്കോളെ. ബംഗാളികളൊക്കെ വരുന്നതല്ലേ. പൊന്നു ചെറിയ അതല്ല, ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതുണ്ടോ? ലൈസൻസ് ഒക്കെ ഉണ്ടാ, പഞ്ചായത്ത് എടുക്കണല്ലേ? അതെന്റെ കയ്യിലുണ്ട്, ഭദ്രാണ്, ഒരു കുഴപ്പമില്ല. അതല്ല, ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് പറഞ്ഞിട്ട് സാധനം ഉണ്ട്, അത് വേണം. അതൊന്നും വേണ്ട, ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ ഭക്ഷണമൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള സ്ഥലം വേണം. അത് ഈ ഗ്ലാസ് കൂടെ ഉണ്ട്. ഇതിലേക്ക് വലുതൊന്നും ആരും ഉണ്ടാക്കില്ല. നിങ്ങളെ ഉദ്യോഗസ്ഥർ ചെക്കിങ്ങിന് വരുമ്പോ ഈ ഗ്ലാസ് ഡോറിന്റെ ഉള്ളിൽ കൂടെ വെച്ചിങ്ങനെ പഴംപൊരിയും വടയൊക്കെ കാണിച്ചു കൊടുത്താൽ മതി, ഓലോട് പോയിക്കോളും. ഇതൊന്നും പോരാ. ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് പറയുന്ന സാധനം ഉണ്ട്, അതുണ്ടോ? അതില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ചെക്കിങ്ങിനെന്നുണ്ടല്ലോ ജയിലിൽ പോകേണ്ടി വരും. 6 മാസം തടവും 5 ലക്ഷം രൂപ പഴയ സർക്കാർക്ക് കൊടുക്കണം. അതൊക്കെ ഉണ്ട് കയ്യില്. എടാ, ഞാൻ ആരെയും കൊല്ലാനല്ലല്ലോ പോണത്, ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കലേ ചെയ്യുള്ളൂ. നിങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷ ഇല്ലാതെ ഇത് കൊടുക്കണ തന്നെയാണ് കൊലപാതകം. അതിനാണ് ജയിലിൽ പോകേണ്ടി വരിക. ഈ സർട്ടിഫിക്കറ്റ് സുഖമായിട്ട് ഇതൊന്നും ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ലൈസൻസ് എടുത്തല്ലോ, ലൈസൻസ് എടുത്തില്ലേ?
എടാ ലൈസൻസ് പഞ്ചായത്തിൽ എടുത്തിട്ടുണ്ട്. അല്ല അപ്പൊ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല? ചെറിയ ഇത് പഞ്ചായത്ത് ലൈസൻസ് അല്ല, ഇത് നമ്മൾ അക്ഷയ പോയിട്ട് അവിടെ ഒരു അപേക്ഷ കൊടുക്കണം. അപ്പൊ അവരതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതാണ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസിനുള്ള പ്രൊസീജിയർ. അല്ല അത് വേണം കേട്ടോ. കാരണം എന്താ പറയാ, നമ്മുടെ മൊയ്തുവിന്റെ ഹോട്ടൽ എങ്ങനെ പൂട്ടിച്ചിട്ടാ? ഈ സർട്ടിഫിക്കറ്റിലായിട്ടാണ്. പാവ 5 ലക്ഷം റുപ്യ ഫൈനും കൊടുത്തു. ഇപ്പൊ കട തുറക്കാനും പറ്റൂല. അതെ, ഈ ഗൾഫ് കടന്നുണ്ടാക്കിയ കാശ് ഇങ്ങനെ കളഞ്ഞു. 11 മണിക്കല്ലേ ഉദ്ഘാടനം. ഒന്ന് അക്ഷയ പോയിട്ടേ ഒരു അപേക്ഷ കൊടുത്തിട്ട് വാ. ഞാൻ ആരെങ്കിലും വന്നാലും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും പറയാലോ. എന്റെ സുഖത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് എന്നോട് ആദ്യം പറയണ്ടേ? അപ്പൊ ലൈസൻസ് ഒക്കെ എടുത്തു പറഞ്ഞപ്പോ ഞാൻ എല്ലാം എടുത്തു എന്നല്ലേ കരുതിയത്. അല്ല ചെറിയ ചെപ്പ പോയാൽ മതി. ഇന്ന് തന്നെ ഇപ്പൊ ചെക്കിങ്ങിനൊന്നും വരില്ലല്ലോ. ഇത് കൊടുത്തിട്ടാ കിട്ടൂല സാധനം. അതെ, നിങ്ങൾ പോയിട്ടാ കൊടുക്കേ. അത് കൊടുത്തിട്ടേ വീട്ടുകാരൊക്കെ കൂട്ടിയിട്ടുണ്ട് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചാം. ആ സാധനമൊക്കെ നേരെ എടുത്ത് വെച്ചോട്ടാ. ഞാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുലിവാൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട നിങ്ങള്. സുഗത, അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിട്ടൊക്കെ വെക്കി. എന്റെ സത്യേട്ടൻ ഇപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. നിങ്ങൾ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ആ ചെക്കനോട് വന്നിട്ട് തുടക്കാൻ പറയും. ആ ബസ് സ്റ്റാൻഡിന്റെ മുകളിലാണ് അക്ഷയ. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം. സമയം കളയണ്ട. അച്ഛനെ കാണാനില്ല. ചേട്ടാ, അച്ഛനെ കാണാനില്ലെന്നേ. ഇവിടെ അക്ഷയ സെന്ററിലല്ല പറയണ്ടേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം. അപ്പുറത്ത് ഇറക്കിയപ്പോ മേഡത്തിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പുറത്തെ ഇറക്കിയപ്പോ മേഡത്തിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാ എന്റെ ചേട്ടനെ ആരോ പറ്റിച്ചതാ. പോയി പോലീസ് സ്റ്റേഷനിൽ പറയും. അച്ഛൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛൻ പോയിട്ട് 2 വർഷമായി. അച്ഛനെ കാണാതായിട്ട് 2 വർഷമായോ? 2 വർഷമായി. ചേട്ടന് ഇപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടേ, അച്ഛനെ കണ്ടുപിടിക്കലാണോ വേണ്ടേ? ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛന്റെ പേരിൽ കുറച്ച് സ്വത്തൊക്കെ ഉണ്ടേ. അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങള് ഉഷാറാക്കാൻ പറ്റൂലേ. അതെ, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക്. മേഡം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. അപ്പുറത്ത് ഇറക്കിയപ്പോ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. അതാരും പറ്റിച്ചതാണ്. എന്തിന് ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചേട്ടാ ചെല്ല്. 2 വർഷം മുമ്പ് കാണാതെ പോയ അച്ഛനെ അന്വേഷിച്ച് വന്നേക്കാം. പോയില്ലേ? കഷ്ടമാണ്. മറിമായം